നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. ഒരു യുവാവും യുവതിയും വിവാഹിതരായി. ആ യുവതിയുടെ വീട്ടുകാർക്ക് വലിയ ദേഷ്യമാണ് ആ വിവാഹത്തോട്. പ്രണയവിവാഹമായിരുന്നു. എന്താണ് ചെയ്തതെന്ന്? ആ വരനെ നടുറോഡിലിട്ട് മർദ്ദിച്ചു, തൂണിൽ കെട്ടിയിട്ട് ക്രൂര പീഡനം, നഗ്നനാക്കി റോഡിലൂടെ നടത്തിച്ചു. ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. ഈ വാർത്തകളിലേക്ക് വിശദമായെത്താം. സ്വാഗതം 20th അവറിലേക്ക് ഒരിക്കൽ. പ്രണയവിവാഹത്തിൽ കലിപ്പ്. വരനെ കെട്ടിയിട്ട് മർദ്ദിച്ചു, റോഡിലൂടെ നഗ്നനാക്കി നടത്തി. ഭാര്യ, പിതാവ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ഭൂസാവലിലാണ് ഈ സംഭവം. വീട്ടുകാരുടെ താല്പര്യത്തിന് വിരുദ്ധമായി വിവാഹം ചെയ്തതിനാണ് 25-കാരനെ ആ ഭാര്യയുടെ അല്ലെങ്കിൽ ആ നവവധുവിന്റെ വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചത്. തന്റെ എതിർപ്പ് മറികടന്ന് മകളെ വിവാഹം കഴിച്ചതിനാണ് പെൺകുട്ടിയുടെ അച്ഛനും ആ ബന്ധുക്കളും ചേർന്ന് ഇത്തരത്തിൽ ക്രൂരമായിട്ട് ആ വരനെ നേരിട്ടത്. ഭാര്യ പിതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആ യുവാവിനെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. 1.5 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ആ യുവാവും ആ യുവതിയും. അങ്ങനെ അവർ കഴിഞ്ഞ 18-ാം തീയതിയാണ് വിവാഹിതരാകുന്നത്. ഭുസാവൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ 2 പേരും ഞങ്ങൾ വിവാഹിതരായി എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പിന്നീട് അവർ നേരെ ആ യുവാവിന്റെ അമ്മാവിന്റെ വീട്ടിൽ പോയി അവിടെയാണ് താമസിച്ചത്. പോലീസ് ഇക്കാര്യം പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസം വൈകുന്നേരമാണ് ആ സംഭവം. ഏതാണ്ട് 15 പേരടങ്ങുന്ന സംഘം ആ വരന്റെ അമ്മാവിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. എന്നിട്ട് ആ ദമ്പതികളെ വലിച്ചിഴച്ച് പുറത്തേക്കിട്ടു. വരനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. പിന്നീട് നഗ്നനാക്കി നടു റോഡിലൂടെ നടത്തി. ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ടാണ് അതിക്രൂര മർദ്ദനം. മർദ്ദിച്ചു എന്ന് മാത്രമല്ല, അവന്റെ വസ്ത്രങ്ങൾ അഴിച്ച് അവനെ കെട്ടഴിച്ച് വിട്ട ശേഷം നടുറോഡിലൂടെ നടത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിവരം അറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി ആ പ്രതികളിൽ ചിലരെ കസ്റ്റഡിയിലെടുത്തു. മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. കോമൾ പാട്ടീൽ, ഹറാംബ് ചൗധരി, സഞ്ജയ് ബാദെ, വിജയ് പാട്ടീൽ, ജ്ഞാനേശ്വർ ഭോയ് എന്നീ ബന്ധുക്കളാണ് അറസ്റ്റിലായത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ് വരൻ ഇപ്പോൾ चिकित्सेലാണ്. त्या खंबाला त्यांनी मला पूर्ण बांधलं, माझे हातपाय बांधून मला तिथं बांधलं आणि मला पूर्ण निर्वस्त्र केलं. तिथून निर्वस्त्र केल्याच्या नंतर त्यांनी माझ्या अंडाशयावरती पण मारहाण केली, पण मी ते कसं तरी बचावलं. ഈ കോടതിയിൽ പ്രതികളെ ഹാജരാക്കി പോലീസ് ഉടൻ തന്നെ അവരെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. എന്താണെങ്കിലും ഞെട്ടിക്കുന്ന ആ സംഭവം അത് ഒരു പ്രണയിച്ചതിന്റെ പേരിലാണ്, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വന്തമാക്കിയതിന്റെ പേരിലാണ്. ദുരഭിമാന കൊലകൾ നിറയുന്ന ഒരു നാടാണ്. ആ നാട്ടിലാണ് ഇത്തരത്തിൽ അതിദാരുണമായിട്ടുള്ള സംഭവം. കൊലപാതക ശ്രമം, പരിക്കേൽപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, ആൾക്കൂട്ട ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിരിക്കുന്നത്.
പ്രണയവിവാഹം കഴിഞ്ഞിട്ട് 3 മാസം ഭാര്യയെ കൊലപ്പെടുത്തി ആ നവവരൻ. നിർണായകമായത് വാഷ്റൂമിൽ നിന്നും കണ്ടെത്തിയ സിറിഞ്ച്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നടന്ന സംഭവമാണ്. വിഷം കുത്തിവെച്ചാണ് ഭാര്യയെ ആ ഭർത്താവ് കൊന്നത്. 23-കാരിയായ നഴ്സ് കാജലിനെയാണ്, റേഡിയോളജിസ്റ്റാണ് ആ ഭർത്താവ്. അവന്റെ പേര് അരുൺ ശർമ്മ. അങ്ങനെ കാജലിനെ അരുൺ ശർമ്മ സിറിഞ്ചിൽ വിഷം നിറച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആ കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഭർത്താവ് അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗാസിയാബാദിലെ ബഹത്ത ഹാജിപൂർ സ്വദേശിയാണ് ഈ അരുൺ. പോലീസ് പറയും, 18 मार्च को गुड़गांव पुलिस को एक शिकायत मिली थी कि काजल नाम की लड़की की डेथ हुई है। अस्पताल से हमें इस बारे में इंफॉर्मेशन मिली। मौके पे जाके हमने बयान लिखे। बयान में मृतका के भाई ने अपनी स्टेटमेंट दी कि 3 महीने पहले इनकी शादी हुई थी और इसके पति ने दहेज के लिए बार बार परेशान करता हूँ, दहेज के लिए उसकी बहन की हत्या की है। जिस संबंध में हमने अपनी तफ्तीश स्टार्ट की और तफ्तीश के दौरान हमने आरोपी है जो अरुण शर्मा नाम के युवक को गिरफ्तार किया। तो दोनों मेडिकल लाइन से थे और आरोपी ने कोई इंजेक्शन लगा के मृतका का वो हत्या की है। अक्सर नशे की पूर्ति के लिए दोनों में झगड़ा होता था। आरोपी का हमने 3 दिन का पुलिस रिमांड लिया है, जो मामले में गहनता से जांच की जाएगी। ഗുരുഗ്രാമിലെ ഒരു നഴ്സിംഗ് ഹോമിൽ ഒന്നിച്ച് ജോലി ചെയ്തവരായിരുന്നു ഈ അരുണും കാജലും. അരുൺ ശർമ്മ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോളജിസ്റ്റ് ആണ് അവിടെ. കാജൽ ആ നഴ്സിംഗ് ഹോമിലെ നഴ്സും. മണിക്കൂറുകളോളം ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന പരിചയം. അങ്ങനെ ആ ബന്ധം ഒരു സൗഹൃദത്തിലേക്ക് എത്തി. പിന്നീട് അത് പ്രണയമായി മാറി. ഏറ്റവും ഒടുവിൽ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഈ കഴിഞ്ഞ നവംബറിലായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞു. കുറച്ചുനാൾ വളരെ സന്തോഷത്തോടുകൂടി അവർ ജീവിച്ചു. പക്ഷെ പിന്നീട് നിസ്സാര കാര്യങ്ങൾക്ക് ഈ അരുൺ ഭാര്യയെ ഉപദ്രവിക്കാൻ തുടങ്ങി. സ്ത്രീധനം ആവശ്യപ്പെട്ട് കാജലിനെ നിരന്തരം മർദ്ദിക്കുമായിരുന്നു എന്നാണ് കാജൽ അവളുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഈ അരുൺ ലഹരിക്ക് അടിമയാണ് എന്നാണ് കാജലിന്റെ ബന്ധുക്കൾ പറയുന്നത്. ലഹരിക്ക് അടിമയായിട്ടുള്ള ഇയാൾ ഈ ലഹരി ഉപയോഗിച്ച ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കാജലുമായി വഴക്കിടുക പതിവാക്കി. ഏറ്റവും ഒടുവിൽ മാർച്ച് മാസം 4-ാം തീയതി മുതൽ കാജലിന്റെ വീട്ടിലേക്ക് അവരെത്തി. അവിടെയായിരുന്നു താമസം. ഹോളി ആഘോഷത്തിന് വേണ്ടി എത്തിയതാണ് കാജലും അരുണും അവളുടെ വീട്ടിൽ. 17-ാം തീയതി രാത്രി മദ്യപിച്ച് അരുൺ കാജലിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ മദ്യലഹരിയിൽ അരുൺ അന്നും കാജലിനെ മർദ്ദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് കാജലിനെ ഇരുനില വീടിന്റെ താഴത്തെ നിലയിലേക്ക് അരുൺ വിളിച്ചുകൊണ്ടുപോകുന്നത്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതേയുള്ളൂ. മൂക്കിലൂടെ ചോരയൊലിച്ച് അബോധാവസ്ഥയിൽ ഈ കാജലിനെ അവളുടെ വീട്ടുകാർ കണ്ടെത്തി. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീടാണ് ഈ വാഷ്റൂമിൽ ടോയ്ലറ്റിൽ നിന്ന് ഒരു സിറിഞ്ച് കണ്ടെത്തുന്നത്. അതാണ് ഈ കേസിൽ നിർണായകമായത്. കാജലിന്റെ കുടുംബം പോലീസിനെ ആ സിറിഞ്ച് കിട്ടി വിവരം അറിയിച്ചു. മാത്രമല്ല അരുൺ മകളെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ള സംശയം ഉന്നയിക്കുന്നതും കാജലിന്റെ വീട്ടുകാർ തന്നെയാണ്. കാരണം അവർക്കറിയാം പതിവായി തങ്ങളുടെ മകളോട് അവൻ ചെയ്തിരുന്ന ക്രൂരതകൾ. പിന്നാലെ അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അരുണിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ വളരെ പെട്ടെന്ന് തന്നെ അരുൺ കുറ്റം സമ്മതിച്ചു. ഭാര്യയെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്ന്. അങ്ങനെ പ്രണയിച്ച് വിവാഹിതരായവരാണ്. ആ വിവാഹബന്ധം, ആ ദാമ്പത്യം നീണ്ടത് കേവലം 3 മാസം മാത്രമാണ്. ഒടുവിൽ ആ ഭാര്യയ്ക്ക് ദാരുണാന്ത്യം. ലഹരിയിലായിക്കോട്ടെ, പ്രണയത്തിന്റെ അന്ത്യം ഇത്തരത്തിലായി. പെൺകുഞ്ഞുങ്ങളെ
ഇഷ്ടമില്ലാത്ത അച്ഛനമ്മമാർ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമോ? ഉണ്ട്, പലയിടത്തുമുണ്ട് പെൺകുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെക്കുന്നവർ. 15 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുരുന്നിന് പെസ്റ്റിസൈഡ്, കീടനാശിനി നൽകി കൊന്ന ഒരച്ഛനുണ്ട് നമ്മുടെ ഈ ദേശത്ത് തന്നെയാണ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പെൺകുഞ്ഞിനെ ഇഷ്ടമല്ല, 15 ദിവസം മാത്രം പ്രായമുള്ള കുരുന്നിന് വിഷം നൽകി കൊന്നത് സ്വന്തം അച്ഛൻ. കർണാടകയിലെ ബെലഗാവി ജില്ല, അവിടെ ഉക്കാടി എന്ന ഗ്രാമത്തിലാണ് ഈ ഞെട്ടിച്ച സംഭവം. ഭീമരായ ചിപ്പാടി എന്നാണ് ആ നികൃഷ്ട ജീവിയുടെ പേര്. പെണ്ണായി പിറന്നതിനാണ് സ്വന്തം കുഞ്ഞിനെ അയാൾ കൊന്നുകളഞ്ഞത്. ഭർത്താവ് ഈ കുഞ്ഞിന് വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന് അയാളുടെ ഭാര്യ ഷീല ചിപ്പാടി കക്കാട്ടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. കുഞ്ഞിനെ കാണാൻ എന്ന വ്യാജേനയാണ് പ്രസവിച്ചു കിടന്നിരുന്ന ആ ഭാര്യയുടെ വീട്ടിലേക്ക് അയാൾ എത്തിയത്. എന്നിട്ട് ഈ ഭീമരായ കുഞ്ഞിന്റെ അമ്മ ഉറങ്ങുന്ന സമയം നോക്കി കീടനാശിനിയാണ് ആ പിഞ്ചു കുഞ്ഞിന്റെ ചുണ്ടിൽ, വായിൽ വെച്ച് നൽകിയത്. ആ വിഷം ശരീരത്തിൽ കയറിയതോടെ കുഞ്ഞിന്റെ വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വരാൻ തുടങ്ങി. ഉറക്കെ കരഞ്ഞ കുട്ടിയുടെ കരച്ചിൽ കേട്ട് അമ്മ ഉണർന്നപ്പോൾ ഇത് നോക്കി നിന്ന ഇയാൾ ഓടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. തൊട്ടു പിന്നാലെ തന്നെ ആ കുഞ്ഞിന്റെ മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. 17th March 2026, a murder case was reported in Kakti police station. This murder has happened in Ukkadi village of Belgaum city limits. The complainant is Srimati Sheila Chippadi. The complaint is that on 17th March, this lady was sleeping with her 15 days old baby. Her name is Priyanka. The father came. Mother was sleeping that time. Baby was also sleeping next to the mother. Father poisoned this baby with a pesticide. As soon as pesticide entered her mouth, she started crying, and this father ran away. Baby succumbed to that poison. വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു കുഞ്ഞിന്റെ മരണം. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആശുപത്രിയിലൊക്കെ എത്തിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ഇയാൾ ആ കുഞ്ഞിനെ, 15 ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചോമനയെ കൊന്നുകളഞ്ഞത്? സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ. പെൺകുട്ടി ജനിച്ചതിനാലാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇയാൾ ഇടയ്ക്ക് അയാളുടെ ഭാര്യയോട് പറയുമായിരുന്നു ഈ പ്രസവശേഷം, നീ വേണമെങ്കിൽ വീട്ടിലേക്ക് വന്നു, പക്ഷേ ഈ കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന്. ഇത് സ്ഥിരം വാചകമായിരുന്നു എന്നാണ് ആ പാവം അമ്മ, അയാളുടെ ഭാര്യ പോലീസിന് മുന്നിൽ മൊഴിയായി നൽകിയത്. കാരണം അയാൾക്ക് അത്രമാത്രം വെറുപ്പായിരുന്നു അത്രേ പെൺകുഞ്ഞുങ്ങളോട്. This accused, her father, baby's father, Bhimrai Chippadi, has been arrested. According to complaint, apparently this Bhimrai Chippadi was not happy with the baby girl, and he was repeatedly telling his wife that you come home, but do not bring this baby child with you. And he has committed this heinous offence. He has been secured. All investigation has been done, and the accused is produced to the judicial custody. അയാളുടെ ഭാര്യയുടെ തന്നെ പരാതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തു. ഈ ഭീമരായ ഇപ്പോൾ അറസ്റ്റിലാണ്. കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. അതായത് നമ്മൾ എത്രമാത്രം നമ്മുടെ സമൂഹം വളർന്നു എന്ന് പറഞ്ഞാലും, നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം പ്രബോധനങ്ങൾ നൽകിയെന്നാലും ഈ പെൺകുഞ്ഞുങ്ങളുള്ള അവജ്ഞ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനത്ത് നമ്മളിപ്പോൾ കണ്ടത്.
ശിശുവിന്റെ ഭ്രൂണം ഫ്രിഡ്ജിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഗർഭഛിദ്രമാണോ അത് നടന്നത് എന്നറിയാൻ ശാസ്ത്രീയ പരിശോധന വേണം എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. ആ പങ്കാളികളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. ഇന്നലെയാണ് തൃശൂർ കൊടുങ്ങല്ലൂരിലുള്ള ആ അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിനുള്ളിൽ 3 മാസം മാത്രം പ്രായമുള്ള ഒരു ശിശുവിന്റെ ഭ്രൂണം കണ്ടെത്തുന്നത്. ചാത്തയെടുത്ത് പറമ്പിലുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന ആ പങ്കാളികൾ അവരുടെ മുറിയിൽ നിന്നുമാണ് ഈ 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ വിഷയത്തിൽ, ഈ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഫ്രിഡ്ജിൽ ആ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന അഭിഷേകും അപർണയും ഇരുവരും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 3 മാസം മുമ്പാണ് ഇവർ ഈ അപ്പാർട്ട്മെന്റിലേക്ക്, ഈ ഫ്ളാറ്റിലേക്ക് താമസം മാറുന്നത്. 3 മാസമായി താൻ ഗർഭിണിയായിരുന്നുവെന്ന് ആ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. രണ്ടുപേരും തൃശ്ശൂരിലെ ഒരു ആശുപത്രിയിലെ നഴ്സാണ് ആ പെൺകുട്ടി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വയറുവേദന അനുഭവപ്പെട്ടു അവൾക്ക്. അങ്ങനെ ശുചിമുറിയിൽ വെച്ച് ഭ്രൂണം പുറത്തു വരികയും ആ പുറത്തു വന്ന ഭ്രൂണം താൻ ഒരു നേഴ്സായതിനാൽ സ്വയം വേർപെടുത്തി കളഞ്ഞു എന്നുമാണ് പോലീസിനോട് ആ യുവതി നൽകിയിരിക്കുന്ന മൊഴി. നേഴ്സായതുകൊണ്ട് ഇതൊക്കെ പഠിച്ചതാണല്ലോ എന്നുള്ള ഉറപ്പായിരുന്നു, ധൈര്യമായിരുന്നു തനിക്ക് എന്ന് അവൾ പോലീസിനോട് പറയുന്നു. പക്ഷെ അതിനുശേഷം എന്തു ചെയ്യണം എന്നറിയാതെ ആ ഭ്രൂണത്തെ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നും പോലീസിനോട് അവർ പറയുന്നു. കളയാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് എന്നാണ് അപർണ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷെ പോലീസ് പൂർണ്ണ അർത്ഥത്തിൽ ഈ മൊഴികളൊന്നും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അസ്വാഭാവിക മരണത്തിനാണ് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രണ്ടുപേരുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഇതിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക്, ഫലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പരിശോധനയിലാണ് പോലീസ്. കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. എന്നാൽ മാത്രമേ ഈ സംഭവത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് അധികൃതർ പറയുന്നത്. ഈ പോലീസ് ഈ ഭ്രൂണം കസ്റ്റഡിയിലെടുത്ത് അത് പോസ്റ്റ്മോർട്ടത്തിനായി മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് നിർണായകമാകും. അതിലൂടെ മാത്രമേ ഇതൊരു സ്വാഭാവിക ഗർഭഛിദ്രമായിരുന്നോ എന്ന് വ്യക്തമാകൂ എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ദമ്പതികളുടെ മൊഴി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പോലീസ് അത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ ദുരൂഹതയുണ്ടോ എന്നും, ഇത് സ്വാഭാവികമായിട്ടും സംഭവിച്ചതാണോ എന്നും, അല്ല മനഃപൂർവ്വം ഉണ്ടായ ഗർഭഛിദ്രമാണോ എന്നുള്ള പരിശോധന, അതിനായി ശാസ്ത്രീയമായിട്ടുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഈ യുവതിയെയും അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനനുസരിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. എന്തായാലും തൊട്ടപ്പുറത്തുള്ള ഫ്ളാറ്റുകളിൽ നിന്ന്, അവരുടെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ, അയൽവാസികളിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. എന്നു മുതലാണ് ഇവരുടെ ഒരുമിച്ചുള്ള താമസം തുടങ്ങിയത് മുതൽ എങ്ങനെയാണ് ഇത്തരമൊരു കാര്യങ്ങളിലേക്ക് എത്തിയത് എന്ന് വരെ. എന്നാലും വളരെ രഹസ്യമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ പരിശോധന നടത്തുകയും ആ ഫ്രിഡ്ജിനുള്ളിൽ അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന ഒരു ഭ്രൂണം, 3 മാസം പ്രായമുള്ള ഭ്രൂണം കണ്ടെത്തുകയും ചെയ്തു. കുറ്റകൃത്യങ്ങളുടെ, നിഗൂഢതകളുടെ ഈ ലോകത്തെ വാർത്തകൾ അത് അവസാനിക്കുന്നില്ല. നാളെ വീണ്ടും കാണാം. 20th അവർ 20-ാം മണിക്കൂർ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.